നാൻസി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് അറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. പിന്നെ ഒത്തിരി പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കി നോക്കി നന്നായി എന്ന് പറഞ്ഞു. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടാക്കി നോക്കാനുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഉണ്ടാക്കി നോക്കണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. നിങ്ങൾ പലതരത്തിലുള്ള മീൻകറി കൂട്ടിയിട്ടുണ്ടാകും, കോഴിക്കോട് സ്റ്റൈലും പിന്നെ കോട്ടയം സ്റ്റൈലൊക്കെ. ഇത് ഞാനൊരു വയനാട് സ്റ്റൈലാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മീൻകറി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പിന്നെ ജോലിക്ക് പോകുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഒരു 2-3 ദിവസമൊക്കെ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ചൂടാക്കി വെച്ചാൽ മതി, കേടൊന്നും ആയി പോകില്ല. എന്നാൽ നമുക്ക് ഈ മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആ മീൻകറിക്ക് ആവശ്യമായിട്ട് 500 ഗ്രാം കേതളം എന്ന് പറഞ്ഞ മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് എരിവുള്ള മുളക് പൊടി, കാശ്മീരി പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ചെറിയുള്ളി, 4 പച്ചമുളക്, ഒരു വലിയ തക്കാളി. ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ ഓരോന്നായിട്ട് ഇതിനകത്ത് ഇടണം. ഞാൻ കടുക് ചേർക്കാറില്ല, ഞാൻ ഒരു ചെറിയൊരു കൈക്കണക്കിന് ഉലുവയാണ് ഞാൻ ഇതിന് ചേർക്കുന്നത്. പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതൊരു 4 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. ചെറിയുള്ളി 10 ചെറിയുള്ളി ഇട്ടിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ അന്ന് ഉണ്ടാക്കിയ ചിക്കൻ കറി കപ്പയും ചിക്കൻ കറിയും കൂടെ കൂട്ടി കഴിച്ചിട്ട് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ കമൻറ്റ് വായിച്ച്, ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കപ്പയും പിന്നെ ചിക്കൻ കറിയും കഴിച്ചിട്ടില്ല എന്നാണ് ഞാൻ ആ കമൻറ്റിൽ കണ്ടത്. അതെനിക്ക് ഒത്തിരി സന്തോഷമായി. ഇനി ബാക്കിയുള്ളവരും കൂടി അതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ തക്കാളി ഇടുവാണ്. അപ്പം ഞാനിപ്പോൾ ഞങ്ങൾക്കിത് കുറച്ച് മീനേ വെച്ചിട്ടുള്ളൂ, ഇത് വേഗം തീരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വലിയ തക്കാളി ഇട്ടിരിക്കുന്നത്. പിന്നെ കൂടുതൽ പിന്നെ ദിവസം ഇരിക്കേണ്ടവരാണെങ്കിൽ തക്കാളി കുറച്ച് ചേർത്താൽ മതി, ചിലപ്പോൾ കേടാകാൻ സാധ്യതയുണ്ടാകും. നന്നായിട്ട് തന്നെ ഉടഞ്ഞ് വരണം. ഈ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് ഇതാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. ഇത് എരിവുള്ള മുളക് പൊടിയാണ്, ഇതൊരു സ്പൂണ്. ഇതൊരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, ഇതൊരു 1.5 സ്പൂണ് തന്നെ. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുകയാണ്, അത് 1 സ്പൂണ്. ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളീൻ്റെ പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയതാണ്. അത് ഈ മസാലേൻ്റെ കൂട്ടത്തിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഇത് രണ്ടും എല്ലാം കൂടെ നന്നായിട്ട് ചൂടായാൽ മതി. ഇത് കരിഞ്ഞു പോകരുത്. ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറീൻ്റെ കളർ മാറിപ്പോകും, കറീൻ്റെ ടേസ്റ്റ് മാറും. അപ്പം ഇനി തീ കുറച്ച് വെക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുക്കാൻ. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി ചട്ടി അടുപ്പേ വെക്കാൻ പോവാണ്. ചട്ടി വെച്ചു. ഞാൻ ഇനി ഈ മസാല ഈ ചട്ടിയിലേക്ക് ഇടുക. ഇത് കുടംപുളി വെള്ളത്തിലിട്ടതാണ്, 1/2 കിലോ മീനിന് കണക്കാക്കിയിട്ടുള്ള കുടംപുളിയാണ്. അപ്പോൾ ഇനി ഇതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഉപ്പിടുകയാണ്. ഇപ്പം ഞാൻ 1 സ്പൂൺ ഉപ്പായിട്ടിരിക്കുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് കരിവേപ്പിൻ്റെ ഇലയിപ്പോൾ ഇടുക. ഇതിന് തിളച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീനിൻ്റെ കഷ്ണം ഇടുന്നത്. ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ മസാല എല്ലാം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീൻ കഷ്ണം ഇടാം. കേതളിൻ്റെ കഷ്ണമാണ്. എന്ത് മീനാണെങ്കിലും ഇങ്ങനെ വെക്കാം കേട്ടോ. നമുക്ക് അയലയോ മത്തിയോ എന്ത് കഷ്ണ മീനാണെങ്കിലും നമുക്കിങ്ങനെ വെക്കാം.
ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്നിങ്ങനെ മസാലയൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് താഴ്ത്തി കൊടുക്കാം. ഇളക്കണ്ട, കയ്യിലിട്ട് ഇളക്കണ്ട. ഇനി നമുക്കിത് മൂടി വെക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് നോക്കണം, ഒന്ന് ചുറ്റിച്ച് വെക്കണം. അത് കഴിഞ്ഞ് നമുക്കൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇറക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട് മീൻകറി വെച്ചിട്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ചുറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊന്ന് നോക്കാം. പുളി ഇത്തിരി പാകത്തിന് ഇപ്പോൾ പുളിയുണ്ട്, പുളി എടുക്കണം. പുളി പിന്നെ പാകത്തിനായി. അപ്പം നമുക്ക് ഈ പുളി ഒന്ന് എടുക്കാം. അപ്പം ഇപ്പം എരിവും പുളി ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ പുളി ഇച്ചിരി അധികം ഉണ്ട്. ഇനി കിടന്നാൽ നമുക്ക് പുളി കൂടിപ്പോകും. അപ്പം ഇതൊന്ന് എടുത്ത് മാറ്റാം. അപ്പം നിങ്ങളൊന്ന് ഇത് വെക്കുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പുളി നോക്കണം. പുളി അധികം ഉണ്ടെങ്കിൽ പുളി എടുത്ത് മാറ്റണം. ഇനി ഇത് മൂടി വെക്കണ്ട കേട്ടോ. ഞാൻ പുളി എടുത്ത് മാറ്റി. ഇനി ഇത് മൂടി വെക്കണ്ട, ഇത് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടെ. അതിനിപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടുകയാണ്. ഒരു തുള്ളി പച്ച വെളിച്ചെണ്ണയും ഒരു 5 മിനിറ്റ് നേരം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് റെഡിയാകും. ഇത് തുറന്ന് വെച്ച് ഒന്ന് തിളച്ച് ഒന്നും കൂടെ കുറുകാനുണ്ട്. അത് കഴിഞ്ഞാൽ കറി റെഡി. അപ്പം എൻ്റെ മീൻകറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഈ മീൻകറി വെച്ചാൽ 3-4 ദിവസത്തേക്ക് പിന്നെ വേറെ കറിയൊന്നും അന്വേഷിക്കേണ്ട. മീൻകറി ഒരു കുഴപ്പമില്ലാതെ മീൻകറി ഇരുന്നോളൂ. അപ്പോൾ എൻ്റെ മീൻകറി ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഷീബ. അവളെ ഞാൻ വിളിക്കാം. ഷീബ. ചേച്ചി. അൻസി ചേച്ചി, മീൻകറിയാ? മീൻകറിയാ. ഓ, ഇതെന്ത് മീൻകറിയാ? ഇത് കേതലാണല്ലേ? നല്ല കുടംപുളിയൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല കുറുകിയ ചാറിട്ട്. ഓ, എനിക്ക് എന്തെങ്കിലും വേണം ഇപ്പൊ കഴിക്കാൻ. എന്താ ചേച്ചി കഴിക്കാനുള്ള? അപ്പം ഉണ്ട്. അപ്പം മതിയോ? ഓ, അപ്പം മതി. അപ്പോ മീൻകറി നിന്റെ ഫേവറേറ്റ് അല്ലേ? എപ്പോ വന്നാലും അതല്ലേ കഴിക്കുന്നേ? അതെ 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 അതെ. ഞാൻ തരട്ടെ? തന്നു. ഷീബ, എന്നാ ഞാൻ അപ്പവും കറിയും എടുത്തു വെച്ചിട്ടുണ്ട്. നീ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. ഓ, ആയിക്കോട്ടെ ചേച്ചി, ആയിക്കോട്ടെ. ചേച്ചി, പറയാതിരിക്കാൻ വയ്യ. നല്ല സൂപ്പർ മീൻകറിയാണ്. എന്നും ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല മീൻകറിയാണ്. നന്നായിട്ടുണ്ട്. കഷ്ണത്തിലൊക്കെ മുളകൊക്കെ പിടിച്ച് പുളിയൊക്കെ ആയിട്ട് അതിന്റെ ആ ഒരു പറയാൻ വയ്യ. സമയം ഇരിക്കുമ്പോഴത്തേക്ക് അതിന് കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ പിടിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പം വെച്ചല്ലേ ഉള്ളൂ. അപ്പം രാത്രി ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കഷ്ണത്തിലൊക്കെ പിടിച്ച് ഉപ്പും പിടിച്ച് എല്ലാം നന്നായിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് ആവുള്ളൂ. നാളെ ആകുമ്പോഴത്തേക്ക് അതിൽ ഇരട്ടി സൂപ്പർ ആവും. അപ്പം ചേച്ചി എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്നതിനേക്കാളും നന്നായിട്ടാണ് ചേച്ചി എനിക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പം ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് പല ദിവസങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മീൻകറി വെച്ചാൽ മതി. കാരണം ചേച്ചി എനിക്ക് അതുപോലെ ഉണ്ടാക്കി തരുന്നതാണ്. അത്രയും സൂപ്പറാണ്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അപ്പം ഈ മീൻകറി ഷീബയ്ക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വെച്ച് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും.